നമസ്കാരം. നൂറ്റാണ്ടുകളുടെ കാലങ്ങൾക്ക് മുമ്പെയാണ് 2025. ഇതുപോലെ ഒരു VBS എങ്ങും തന്നെ കണ്ടിട്ടില്ലെന്നാണ് ജനം. ഇടുമ്പോൾ 1, നേടുമ്പോൾ 10, കൊള്ളുമ്പോൾ 1 കോടി എന്ന് പറയും മട്ടിൽ ഒന്നിന് പിന്നാലെ ഒന്നായി പാട്ടുകളും ഡാൻസുകളും പവിഴങ്ങളുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ ആവേശവും ആഘോഷത്തിലുമാക്കി VBS 2025. യേശു ജീവിത ശില്പി, ദൈവത്തിന്റെ രൂപരേഖാടിസ്ഥാനം, ദൈവസ്നേഹത്താൽ നിർമ്മിതമായ അതിരുകൾ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വിവേകത്തോടു കൂടിയുള്ള കൂടിച്ചേരൽ, കുട്ടികളുടെ കൂടിവരവിന് പ്രകമ്പനം കൊണ്ട് സഗയ അവന്യൂ 2025 സെന്റ് പോൾസ് മാർത്തോമ പാരിഷിന് VBSന് ഇന്ന് സമാപനം. ഏവർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥികൾ: VBS നിരീക്ഷകൻ, VBS പ്രസിദ്ധി, മാൻ പവർ സപ്ലൈ. ഈ വർഷത്തെ VBSനെ പറ്റി എന്താണ് പറയാനുള്ളത്? മികച്ചൊരു ടീം ലഭിച്ചതിന് നമ്മൾ നമ്മുടെ KU VBSന് നന്ദി കൊടുക്കുന്നു. അത് മാത്രമല്ല, നല്ലൊരു VBS ഡയറക്ടർ തന്നതിന് നമ്മൾ നമ്മുടെ പള്ളിയുടെ കമ്മിറ്റീനെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമുക്ക് മാൻ പവർ സപ്ലൈ ചെയ്ത മിസ്റ്റർ തോമസ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. 2000 വീഡിയാണ് എനിക്ക് സപ്ലൈ ആയിട്ട് കിട്ടിയത്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വളരെ കുറവാണ്. അതിന്റെ പ്രതിഷേധം ഞാൻ ആദ്യമേ അറിയിക്കുന്നു. അത് മാത്രമല്ല, 200 പേരെ കൊട്ടേഷൻ എടുത്തിട്ട് അത് 100 പേര് മാത്രം പേയ്മെന്റ് ചെയ്തത്. ഈ വർഷത്തെ VBS തുടങ്ങിയത് തന്നെ ലോകം മുഴുവൻ എൻവയൺമെന്റ് ഡേ ആയിട്ട് ആചരിച്ചപ്പോഴാണല്ലോ. ആ ദിവസം എന്താണ് നടന്നത്? എനിക്ക് കുറെ രേഖകളുണ്ട്. ആ രേഖകളിൽ ഞാനാണെങ്കിൽ 5000 പ്ലാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് അതിനകത്തുണ്ട്. അല്ലല്ല, അതൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. നമ്മുടെ അച്ഛനച്ഛൻ ആകെ ഒരു ഇൻഡോർ പ്ലാൻ മാത്രമേ നൽകിയുള്ളൂ. അതൊരു വൻ അനീതിയാണ്. ഞാനിവിടെ എണ്ണിയാണ് കൊടുത്തത് പള്ളിക്ക്. ഇപ്പോൾ ലഭിച്ച വാർത്ത: പരിസ്ഥിതി ദിനത്തിൽ അജിനച്ഛന് കൊടുത്ത ഇൻഡോർ പ്ലാന്റ് കാണാനില്ല. അജിനച്ഛന്റെ പരാതിയെ തുടർന്ന് കൺവീനർ മിസ്റ്റർ സെബിൻ ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയമിക്കുകയും ആ അന്വേഷണത്തിൽ നിന്ന് ഇൻഡോർ പ്ലാൻ പാസനേജിൽ നിന്ന് കണ്ടെത്തി. ഇതിന്റെ പിന്നിൽ കൊച്ചമ്മയാണോ എന്ന് സംശയം. എന്നാൽ അനീഷ് അച്ഛൻ ഇതിൽ മൗനം പാലിച്ചു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷനിൽ നിന്ന് എനിക്കൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ FIR കോപ്പി ഈ ടേബിളിലുണ്ട്. പ്രധാന കാര്യം പറഞ്ഞു തീർക്കട്ടെ ചങ്ങായി. ആ പരാതിയിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് അജിനച്ഛൻ്റെ ചിരി തുടർന്ന് ഫോട്ടോഗ്രാഫേഴ്സ് വെള്ളം കുടിക്കേണ്ട വന്നു. ഫോട്ടോഗ്രാഫേഴ്സ് പാരിഷ് ഹോളിൽ പോയാൽ പാർസനേജിൽ പോയാൽ അവിടെ എല്ലാം അനീഷച്ചനുണ്ട്. അതും കൂടാതെ നമുക്ക് 7009 ഫോട്ടോഗ്രാഫേഴ്സാണ് ഉള്ളത്. ആ ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയും ഫോട്ടോ സെൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പരാതി. ചൂടും കാരണം നമ്മുടെ എൻവയോൺമെന്റ് ഡേ മാറ്റിയതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഒട്ടും ശരിയായ കാര്യമല്ല. മിസ്റ്റർ തോമസ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. VBS ടീച്ചേഴ്സ് എന്റെ കയ്യിൽ നിന്ന് 12 പേരെ ലെസൺ നോട്ടിനാന്ന് പറഞ്ഞ് ഇൻസ്പെക്ഷൻ ഡീൻ എടുത്തു. എന്നിട്ട് എനിക്ക് ഒരു ഫീസ് പോലും തന്നില്ല. പഴയ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണിച്ചു. എന്റെ കയ്യിൽ എല്ലാ തെളിവുണ്ട്. തന്നെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആരാണ് കാണിക്കാൻ പോകുന്നത്? ഇവിടെ അലമ്പുണ്ടാക്കരുത്. ഞാൻ പറയാം. നിങ്ങളിപ്പോ ഒന്നും പറയണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ക്ഷമിക്കണം നിരീക്ഷക. ലൈവ് റിപ്പോർട്ടുമായിട്ട് നമ്മുടെ റിപ്പോർട്ടർ ജോയൽ ഇവിടെ ചേരുന്നുണ്ട്. ജോയൽ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഞാനിപ്പം ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന സഗയ അവന്യൂവിലാണ്. അതിന്റെ BMCയിലാണ് നടക്കുന്നത്. ഇന്ന് VBSന്റെ സമാപന ദിവസമാണ്. നമ്മളോട് നമ്മുടെ വികാരി അച്ഛനുണ്ട്. നമുക്ക് വികാരി അച്ഛനോട് ചോദിച്ചു നോക്കാം VBS എങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛൻ പറയാൻ പോയത് VBSന്റെ പിള്ളേരാണെങ്കിൽ അച്ഛൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ടീച്ചേഴ്സിന്റെ അടുക്കാണെങ്കിൽ കോർഡിനേഷനും ഇല്ലായിരുന്നു. പിള്ളേരാണെങ്കിൽ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ നമുക്ക് വിടാം. നമുക്കിനിയിപ്പം നമ്മുടെ VBS ഡയറക്ടറിനോട് ചോദിക്കാം, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ബഹ്റൈനൊക്കെ കറങ്ങിയാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ? ബഹ്റൈനൊക്കെ കറങ്ങിയാണ്. ഫുഡ് നല്ല അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അച്ഛനൊരു ചെറുപ്പം വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ഞാൻ അച്ഛനെ മൊത്തം ബഹ്റൈൻ കാണിക്കാതെ. എന്നിട്ട് അച്ഛനെ കൊണ്ടുപോയി കുറ്റിക്കാട്ടി ഇട്ടിട്ടോ. എന്നിട്ട് പിന്നെ ആ ചെറുക്കനെ പരിസരത്ത് തെങ്ങും കണ്ടില്ല.
അച്ഛനാണെങ്കിൽ ഒരാൾക്കാരോട് സലാം വാലേക്കും സലാം ശുക്രൻ അഹലൻ അർത്ഥം അറിയാതെ പറഞ്ഞു. എന്നിട്ടും അച്ഛൻ ഇവിടെ തിരിച്ചെത്തി. അതിനുവേണ്ടി നമുക്ക് അച്ഛനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ട്രൈബൽ ക്ലാപ്പ് കൊടുക്കാം. അടുത്ത നമുക്ക് പിള്ളേരോട് ചോദിക്കാം, പാട്ടും ഡാൻസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ടും ഡാൻസും എങ്ങനെ ഉണ്ടായിരുന്നു? പിള്ളേര് പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പാട്ടും ഡാൻസും ഭയങ്കര ബോറായിരുന്നു. അച്ഛനാണെങ്കിൽ ആക്ഷൻ സോങ് കളിപ്പിച്ച് പിള്ളേരെ ക്ഷീണിപ്പിക്കുകയും ചെയ്തു. ചേച്ചിമാരാണെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ല. അത് കാരണം പിള്ളേർ ഇപ്പോഴും ആന്റിന്റെ ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ആദ്യം പ്ലീസ് നേക്കു. ഓക്കെ ജോയൽ, റിപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യും. പിള്ളേരാണെങ്കിൽ ഇപ്പോഴും സ്റ്റെപ്പ് ഇടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ടീച്ചേഴ്സിന് ഉള്ളിൽ സ്റ്റെപ്പ് ഇടാൻ അറിഞ്ഞൂടാ. ആ പാട്ടൊക്കെ എന്തോ നീളമായിരുന്നു. ജോയൽ, നമുക്ക് ടീച്ചർമാരുടെ ഒരു റിവ്യൂ വേണമായിരുന്നു. നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ? സൂപ്പർ. ടീച്ചർ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫുഡൊക്കെ ആദ്യം നല്ലതായിരുന്നു, പക്ഷെ പിന്നീട് ജങ്ക് ഫുഡ് ആയത് കാരണം അത് വിഷയമായിരുന്നു. പിള്ളേർക്ക് വരെ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജോയലിലേക്ക് നമുക്ക് പിന്നെ എത്താം, സമയപരിമിതി ഉള്ളതുകൊണ്ട്. അപ്പം ജോയലിലേക്ക് നമുക്ക് പിന്നെ എത്താവുന്നതാണ്. ഓക്കെ, ക്യാമറമാൻ റെസ്റ്റോറന്റ് അപ്പം ലൈവ് റിപ്പോർട്ടർ ജോയൽ സൈൻ ഔട്ട്. താങ്ക് യു ജോയൽ. എനിക്കൊരു 30 സെക്കൻഡ്. താങ്കൾ പറയൂ. ഈ വരുന്ന ഫ്രൈഡേ 20-ാം തീയതി 20-ാം തീയതി തന്നെ. എന്താണ്? 10:30 നമ്മുടെ ഇടവക സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം. ഇതിവിടെ പറയാനുള്ള കാര്യമുണ്ട്. ഇനി താങ്കൾക്ക് അവസരമില്ല. ഫുഡ് കമ്മിറ്റിയെ പറ്റി എന്താണ് പറയാനുള്ളത് മിസ്റ്റർ തോമസ്? ശരിയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്നേഹവിരുന്നിന് ജോൻ കപ്പയും ചമ്മഞ്ചോട്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാനവിടെ പോയി ചെയ്തു. പക്ഷെ എനിക്കൊരു കഷ്ണം കപ്പ പോലും കിട്ടിയില്ല. അവിടെ 100% അഴിമതി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവിടെ ആനക്കാരൻ പറഞ്ഞാണോ നിങ്ങളുടെ കപ്പക്കാരി ഇവിടെ കൊണ്ടുവരുന്നത്? ക്രിയേറ്റിവിറ്റി ഡേ എന്താണ് നടന്നത്? ഞാൻ പറയാം. താനൊന്നും പറയണ്ട, അവിടെ ഇരുന്നോ. പ്രതീതി പറയൂ. ക്രിയേറ്റിവിറ്റി ഡേ നമ്മുടെ അജനച്ചൻ ചോദിച്ചു ഇതിലെ ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ഷീജ ടീച്ചർ തലമുടി കറങ്ങിയിട്ട് മക്കളെ ഓഹോ, ഗ്രൂപ്പ് ലീഡേഴ്സ് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? അത് ഞാനിപ്പം പറയാം. ഗ്രൂപ്പ് ലീഡേഴ്സ് തമ്മിൽ 1000-600 പോയിന്റ് തമ്മിൽ അടിയായിരുന്നു. അതിനു വേണ്ടി നമ്മുടെ അജിലച്ചൻ പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്. അനീഷച്ചൻ അതിനുവേണ്ടി പിള്ളേരെ ചാലഞ്ചും ചെയ്തു. ശരിയാണ്, ഞാൻ കണ്ടതാ. അനീഷ് അച്ഛൻ ആക്ഷൻ പറയുന്നതിന് മുമ്പേ ഡാൻസ് കളിച്ചുകൊണ്ട് കൊച്ചുങ്ങളെ ചലഞ്ച് ചെയ്തു. സമയപരിമിതി കാരണം നമുക്ക് അവാർഡിലേക്ക് കടക്കാം. ആദ്യത്തെ അവാർഡ് കൃത്യനിഷ്ഠത. 8 മണിക്ക് VBS തുടങ്ങുന്നതിന് കൃത്യം 10:30 വരികയും സ്നാക്സ് കഴിക്കുകയും അത് കഴിഞ്ഞ് തിരിച്ചു പോകുകയും ചെയ്ത ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പ്രതീക്ഷ ടീച്ചറിനാണ്. ഇവിടെ അലമ്പുണ്ടാക്കരുത്, ഇത് മാന്യമായി കാണുന്ന പരിപാടിയാണ്. അടുത്ത അവാർഡ് ബെസ്റ്റ് DJ മിക്സറുടെ അവാർഡാണ്. കൃത്യസമയത്ത് മിക്സർ പ്രവർത്തിക്കുകയും കൃത്യമായി പാട്ടുകൾ പ്ലേ ചെയ്ത് തരികയും ചെയ്ത ബെസ്റ്റ് DJ മിക്സർ അവാർഡ് ഗോസ് ടു പ്രിൻസ് അങ്കിൾ. ആരും മിണ്ടരുത്. ബെസ്റ്റ് സ്റ്റോറി ടെല്ലറുടെ അവാർഡാണ് അടുത്തതായിട്ട്. കാനാവിലെ കല്യാണം പഠിപ്പിക്കേണ്ടതിന് പകരം എങ്ങനെ നല്ല ചിക്കൻ ബിരിയാണി വെക്കാം എന്ന് പഠിപ്പിച്ച ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ അവാർഡ് ഗോസ് ടു ജോമോൾ ടീച്ചർ. മിണ്ടരുത്. ഇവിടെ പാട്ട് പ്ലേ ചെയ്താൽ അതിന് കൃത്യമായി ലിപ്സിംഗ് കൊടുത്ത് നമ്മുടെ ലിറ്റി ടീച്ചറിന് ബെസ്റ്റ് ലിപ്സിംഗ് അവാർഡ് ലഭിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് ബെസ്റ്റ് ഡാൻസറിന്റെ അവാർഡാണ്. പ്രഭുദേവയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ഡാൻസുകളും കളിച്ച സിനി ടീച്ചറിന് ബെസ്റ്റ് ഡാൻസർ അവാർഡ്. ഇതാണ് ഞങ്ങൾ ശരിയാക്കുന്നത്. അടുത്തതായിട്ട് ലാസ്റ്റ് അവാർഡ് ബെസ്റ്റ് സ്കോർ ബോർഡ് റൈറ്റർ. കൃത്യമായി 4 ടീമുകൾക്കും സ്കോർ എഴുതുകയും പല സ്കോറുകളും
എഴുതുകയും അച്ഛൻ പറയുന്ന അനുസരിച്ച് സ്കോർ എഴുതുകയും 4 ടീമുകൾ തമ്മിൽ അടിയുണ്ടാക്കുകയും ചെയ്ത സൗമ്യ ടീച്ചറിനാണ് ബെസ്റ്റ് സ്കോർ ബോർഡ് റൈറ്റർ. ക്ഷമിക്കണം, ലാസ്റ്റ് ആയിട്ട് ഒരു അവാർഡ് കൂടെ ഉണ്ട്. ബെസ്റ്റ് കൊറിയോഗ്രാഫി ടീം VBS 2025 ആക്ഷൻ സോങ്ങിൽ ടഫ് സ്റ്റെപ്പുകൾ ഇടുകയും ഈ വർഷത്തെ VBS വ്യത്യസ്തമാക്കിയ അബിഗേൽ, ആഡ്ലിൻ, മെറിൻ, അക്ഷിത, ഷാരൻ ഈ ടീമിനാണ് ബെസ്റ്റ് കൊറിയോഗ്രാഫി ടീം അവാർഡ് പോകുന്നത്. ശരിയാണ്. ഓക്കെ, നമുക്ക് സമയം തീരെയില്ല. നമുക്ക് അടുത്തത് വെതറിലോട്ട് കിടക്കാം. അനസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കാലാവസ്ഥ അതികഠിനമായ ഡാൻസ് മൂലം 42 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ 42 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയ കാരണം 3 AC മാറ്റി സ്ഥാപിച്ചു. നിങ്ങൾക്ക് ചൂടിന്റെ സുഖം അലറ്റുന്നുണ്ടോ? എന്നാൽ ഉപയോഗിക്കൂ നൈസാണ്. അന്തരീക്ഷത്തിൽ 42 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ താപന നിലയിൽ ഇടിയോട് മഴയുള്ള സാധ്യതയുണ്ട്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ ജാഗ്രത പാലിക്കുക. നന്ദി. താങ്ക് യു അനസ്. പ്രൈം ടൈം ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നതാണ്. അടുത്തത് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ. നന്ദി, നമസ്കാരം, ശുഭരാത്രി.